ഓണത്തിൻ്റെ തലേദിവസമുള്ള നമ്മുടെ ഉത്രാടപ്പാച്ചിൽ അത് നമ്മളെ മലയാളികൾക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലേ. അതുപോലെ തന്നെ ഞങ്ങളും ഇപ്രാവശ്യം അങ്ങോട്ട് ഇറങ്ങി. ഇപ്രാവശ്യം നല്ല കേട്ടോ, എല്ലാ പ്രാവശ്യം ഇറങ്ങുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ പൂ മേടിക്കാനും പിന്നെ പച്ചക്കറികളിൽ വാങ്ങിച്ചതിൽ കുറച്ച് പോരായ്കയുള്ളത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് ഇപ്രാവശ്യവും ഞങ്ങൾ പൂ വാങ്ങിച്ചത്. മാളയിൽ ആസാദ് സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് എല്ലാ തവണയും എനിക്ക് തോന്നുന്നു അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു പൂക്കൾ കൊണ്ടുവയ്ക്കാറുണ്ട്. അപ്പോൾ അവർ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അതേ ടീം തന്നെയാണ് ഇപ്രാവശ്യവും പൂക്കൾ കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ അടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത്, അതേപോലെ തന്നെ ഇപ്രാവശ്യവും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം ഞങ്ങൾക്ക് ലാഭമുള്ളതുപോലെ തോന്നിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിച്ചത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയപ്പോൾ കുറച്ച് നിരാശപ്പെടുത്തിയ രീതിയിലായിരുന്നു അവിടുത്തേത്. കാരണം വേറെ ഒന്നുമല്ല, അവിടുത്തെ പൂക്കളൊക്കെ വളരെ മോശം മീൻസ് കുറച്ചൊക്കെ ഇങ്ങനെ വളരെ വാടിയിട്ടുള്ള ഉണ്ടമല്ലിയൊന്നും നമുക്ക് എടുക്കാനേ പറ്റില്ല, അത്രത്തോളം വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂക്കളൊക്കെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പച്ചക്കറികളും വാങ്ങിച്ചു നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ആ പോരുന്ന വഴിയിലുള്ള അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഉത്രാടപ്പാച്ചിൽ അല്ലേ, ഉത്രാടപ്പാച്ചിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വാങ്ങിക്കാനും ഡ്രസ്സിൻ്റെ ഷോപ്പിലായാലും വെജിറ്റബിൾ അതുപോലെ പൂക്കൾ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ കയറി ഇറക്കുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കണ്ടോ, ആകെ കുറച്ച് ഇവയ്ക്കൊക്കെ പൊള്ളുന്ന വില കേട്ടോ. നമ്മൾ ആകെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ. അതായത് നമ്മൾ ഓൾറെഡി വാങ്ങിക്കുന്നതിൻ്റെ പുറകെ വാങ്ങിച്ചപ്പോഴേക്കും അവിടെ തന്നെ ഒരു 600 രൂപയോളം, 654 രൂപയോളം അവിടെ തീർന്നു. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എപ്പോഴും അല്ലേ, കാണം വിറ്റായാലും ഓണം കൊള്ളണമെന്ന്. അതുപോലെ തന്നെയാണ് എല്ലാ മലയാളികളും എന്നല്ല ഇപ്പോൾ എല്ലാവരും അല്ലേ. ഓണം എന്ന് വെച്ചാൽ നമുക്കറിയാം ദേശീയോത്സവമാണ്. അതേപോലെ തന്നെ എല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം. നമ്മുടെ കയ്യിലുണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഓണം നല്ല സൂപ്പറായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് എല്ലാവരും റെഡിയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ പൈസ ഒന്നും നോക്കുന്ന ഒരു കാര്യമില്ല ഇപ്പോൾ അല്ലേ. നമ്മൾ അടിച്ചു പൊളി ഫെസ്റ്റിവൽ നമ്മൾ നന്നായിട്ട് ഫെസ്റ്റിവലൊക്കെ ആഘോഷിക്കുക എന്നുള്ളതാണ്. നമ്മളപ്പോൾ പോരുന്ന വഴിയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴേക്കും നമ്മളൊരു 1000 രൂപ അവിടെ പൊട്ടി. നമ്മളെത്രയും പർച്ചേസിന് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കില്ല, പക്ഷേ പോയി വന്നു കഴിയുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത്ര രൂപയായിരുന്നു പോലും. എന്നാൽ കാണുമ്പോഴോ നിസ്സാരം അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും വില കൂടുതലാണ് അല്ലേ. അപ്പം അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനുള്ള പൈസയും സാധാരണക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അവരെയാണ് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ വരിക. കാരണം മറ്റുള്ളവർ ഓണാഘോഷിക്കുമ്പോൾ നമ്മുടെ വീടും നല്ല രീതിയിൽ ആഘോഷിക്കണം എന്ന രീതിയിൽ അവർ കടം വിലയും വാങ്ങിച്ചിട്ടായാലും അവർ നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് അവർ ശ്രമിക്കും. ഈ നമ്മുടെ പച്ചക്കറികളായാലും പൂക്കളായാലും ബാക്കി എല്ലാ സാധനങ്ങളിലും വിപണിയിലുള്ള സാധനങ്ങൾക്കൊക്കെ ഈ വിലക്കയറ്റം നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായി മാറിയേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ തലേദിവസം തയ്യാറാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിക്കറിക്ക് ഇഞ്ചി നന്നായിട്ട് വഴട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ ചെറുകറികൾ ഇപ്പോൾ നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെച്ചാൽ നാളെ നമുക്ക് രാവിലെ ബാക്കിയുള്ള പായസം, ചോറ്, സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ചെറുതായി ഞങ്ങളിതാ റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചിക്കറിയുടെ ഐറ്റം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി വഴിയെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണാം. ഇത് നന്നായിട്ട് വെളിച്ചെണ്ണ നല്ല റോസ്റ്റായിട്ട് മാറും. അപ്പോഴേക്കും അവിടെ നന്നായിട്ട് ഫ്രൈ ആവണ വരെ കുതിരാനായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വാളംപുളി പുളിവെള്ളം മാറ്റി വെക്കണം കേട്ടോ. ഇഞ്ചിയിലേക്ക് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പുളി ഒഴിക്കണം. കുതിർക്കാനായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാവരും ഇങ്ങനെയാണോ ഇഞ്ചിക്കറി വെക്കണേന്ന് അറിയില്ല, നമുക്ക് പക്ഷേ ഞാൻ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഏകദേശം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പുളിവെള്ളം അധികം കരിയാൻ പാടില്ല. നമുക്കൊരു ക്രിസ്പി ആയുള്ള ആ ഒരു സമയത്താണ് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം നമുക്ക് അതിലേക്ക് വെള്ളത്തിൽ പുളിവെള്ളം പിഴിയെടുത്ത് കുറേ വെള്ളം വേണ്ട, നമുക്കൊരു കുറുകിയ ടെക്സ്ചറായി വരണം. കുറേ വെള്ളം കുറുകി വരാനായിട്ട് ഇഞ്ചിക്കറി. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ എല്ലാ രീതിയിലായിരിക്കണം നമ്മൾ
പുളിവെള്ളം പിഴിയേണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ചിലവർ ഇഞ്ചി വറുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം മല്ലിപ്പൊടിയും മുളക് പൊടി ഇടാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. അത് ഈ വെള്ളത്തിലേക്കാണ് ഇനി നമ്മൾ ഓൾറെഡി ഇഞ്ചിയിൽ നമ്മൾ ഉപ്പിട്ടതാണ് എങ്കിൽ പോലും പുളിവെള്ളം ഒഴിച്ചത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം. ഇപ്പം ഞാൻ പൊടിയല്ല, കായത്തിൻ്റെ ബാറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിന് ഒരു ചെറിയ നുള്ളിൽ കായം ആവശ്യമുള്ളത് ഇട്ടു. എല്ലാവരും റെഡിയാക്കുന്ന സമയത്താണ് വേപ്പില എടുക്കാൻ മറന്നു. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് തന്നെ നല്ല ഫ്രഷ് വേപ്പില നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതാണ്, അതൊക്കെ തീർന്നു. അപ്പോൾ ഫ്രഷായിട്ട് കുറച്ച് വേപ്പിലയും കൂടെ നമുക്ക് ഇന്നും നാളേക്കുള്ളതായിട്ട് നമുക്കെടുത്ത് വയ്ക്കാം. പിന്നെ എല്ലാവരുടെയും ഓണാഘോഷമൊക്കെ എങ്ങനെ വരെ അല്ലേ. നാളെ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ് നാളെ രാവിലത്തോടുകൂടി നമ്മുടെ ഓണം തിരുവോണ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ് അല്ലേ. എല്ലാവരും നല്ല തിരക്കിലായിരിക്കും ഉത്രാടപ്പാച്ചിലിൻ്റെ. ഞങ്ങളും പോയിരുന്നു പർച്ചേസിങ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെ എത്തിയുള്ളൂ. അമ്മമാർക്കൊക്കെ പണിയായിരിക്കും അല്ലേ. കുട്ടികളൊക്കെ നല്ല കളികളും കാര്യങ്ങളും കസിൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത്യാവശ്യം 1-2 സ്ഥലത്തുണ്ട് കേട്ടോ വേപ്പിൻ്റെ ഇല. ബാക്ക് സൈഡിലുണ്ട്, പക്ഷെ അവിടെ ഈ സമയമായതുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയ വേപ്പിൻ്റെ അവിടെ അത്യാവശ്യം നമ്മുടെ കറികൾക്കുള്ളതായിട്ടുണ്ട്. ഇഞ്ചിക്കറി ഏകദേശം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ ടച്ചായിട്ട് നമുക്ക് അതിലേക്ക് വറുത്ത് ഇടാനുള്ള സാധനങ്ങളൊക്കെ വറുത്തിടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് ആവശ്യമുള്ള വേപ്പില അതുപോലെ തന്നെ വറ്റൽമുളക് അതും കൂടെ നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ഇഞ്ചിക്കറി കുറുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചതെന്ന് വെച്ചാൽ ശർക്കര പാനിയാണ്. ശർക്കര ഓൾറെഡി നേരത്തെ ഞാനത് പാനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശർക്കര പാനി കുറച്ച് ഒഴിച്ച് കൊടുത്തു. കാരണം നമ്മുടെ ഇഞ്ചിക്കറിക്ക് മധുരം വേണമല്ലോ. അപ്പോൾ നമുക്ക് മധുരം അനുസരിച്ചിട്ട് ശർക്കര പാനി കൂടുക കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇഞ്ചിക്കറിക്ക് കുറച്ച് മധുരം ആവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് അത്യാവശ്യം മധുരമുള്ള രീതിയിലാണ് ഞാൻ ശർക്കര പാനി ഒഴിച്ചത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അല്ലേ. നമ്മൾ എല്ലാവരും വറുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം നല്ല പരുവായിട്ടുണ്ട്. ഇനി ആ ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടി അത് കുറുകി വരും കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ തൊടുകറിയായിട്ടുള്ള കാളൻ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഒരു കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കായ എടുക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കായയുടെ കാളനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു കായ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി ഭാഗമൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കുക. തൊലി ആവശ്യമില്ല. ചില ആളുകളൊക്കെ തൊലി ഇടുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ, പക്ഷെ ഞാനെടുത്തപ്പോൾ അതിൻ്റെ തൊലി ഭാഗം മാറ്റിയിട്ട് ഉള്ളിലത്തെ കായ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടു കണ്ടോ. ഈ ഒരു പരുവത്തിലായിരിക്കണം. അതായത് അധികം ചെറുതാവാൻ പാടില്ല, അധികം വലുതും ആവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ആ കായനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. അതിനുശേഷം അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് പിന്നെ ഒരു പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് അതിനെ വേവിക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ഇത് വേവുന്ന സമയത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 മുറി തേങ്ങ, അതുപോലെ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 1-2 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ടീസ്പൂൺ ജീരകം, ഒരു 4-5 ചെറിയ ഉള്ളി. ഇത്രയും ആയിട്ടാണ് നമുക്കിത് ഇതിലേക്ക് അരപ്പിന് ആവശ്യമുള്ളത്. അതുപോലെ ഇത് അരയ്ക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. കുറേ വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള കായ നന്നായിട്ട്
കുക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിനൊന്ന് വലിച്ച് എടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഇളക്കി കൊടുക്കാം. അധികം വേവാൻ പാടില്ല, ഒരു മീഡിയം കണ്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച ആ ജാറിലെയും മിക്സിയുടെ ജാറിൻ്റെയും അതുപോലെ നമ്മളെടുത്ത പാത്രത്തിലും ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം ആവരുത്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അധികം ആവരുത്, കുറച്ച് നോക്കിയിട്ട് കുറച്ച് മാത്രമേ നമ്മൾ ഒഴിച്ച് അതിലേക്ക് കൊടുക്കുക കേട്ടോ. ഇനി ആ അരപ്പും അതുപോലെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കായയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കുറുകി വരണം. നമുക്കധികം വെള്ളം പോലെയല്ല, നമ്മൾ കുറുകിയ ഒരു പരുവാണ് നമുക്ക് കാളൻ അല്ലേ. ഇലയിൽ നമ്മൾ ഇടുമ്പോൾ ഒലിക്കാൻ പാടില്ല, നല്ല കട്ടിയായിട്ടുള്ളതാണ് നമ്മൾ കാളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഈ കാളൻ്റെ പരുവായിട്ടുണ്ട് കണ്ടോ. വെള്ളമൊക്കെ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ട് നല്ല ഒരു കുറുക്കിയ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് കേട്ടോ. കട്ടില്ലാത്ത തൈര് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം വളരെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ, വളരെ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ അതിലേക്ക് ചേർക്കാനായിട്ട്. തൈര് ഒഴിച്ച ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം ആ ചട്ടിയുടെ ചൂടിൽ തന്നെ അത് മിക്സായി വരും. അപ്പോൾ അതിൻ്റെ തിള പൊട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഈ തൈര് ഇതും കൂടെ പിരിഞ്ഞ പോലെ വരും. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ ഫൈനലി നമുക്ക് അതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങളൊക്കെ വറുത്തിടാം. അപ്പോൾ നേരത്തെ ഞാനെടുത്ത ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ, പിന്നെ ഒരു ടീസ്പൂണോളം കടുക്, രണ്ടും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് 2-3 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും, കുറച്ച് വേപ്പിലയും കുറച്ച് 1-2 വറ്റൽമുളകും കൂടെ നമുക്കതിലേക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. നമ്മുടെ ആ ചെറിയ ഉള്ളിയൊക്കെ നല്ല ഒരു ഗോൾഡൻ കളർ വരണം. ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് കണ്ടോ ഈ ഒരു പരുവാകുന്നവരെ നന്നായിട്ട് അതിനെ വറുത്തെടുക്കാം. വറുത്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാളനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക കേട്ടോ. നമുക്ക് നാളേക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അധികം കയ്യിലിട്ടിട്ട് ഇളക്കാൻ പാടില്ല. നമുക്കത് അങ്ങനെ തന്നെ അത് മിക്സ് ആയ ശേഷം നമുക്കതിനെ മൂടി വയ്ക്കാം. നാളത്തേക്കുള്ള രണ്ടാമത്തെ കറിയും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടി ഒരു നൈറ്റ് റൈഡിന് ഇറങ്ങി. വേറെ ഒന്നല്ല, മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് മറന്നുപോയി. മുല്ലപ്പൂ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ വെക്കാനായിട്ട് മുല്ലപ്പൂ വാങ്ങിക്കാനെന്ന് വിചാരിച്ചു. പക്ഷേ നേരത്തെ പോയപ്പോൾ മറന്നു. ആ മുല്ലപ്പൂ വാങ്ങിക്കണമായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ആ പൂക്കളൊക്കെ പൂക്കച്ചവടമൊക്കെ എന്തായി, അത് തീരാറായോ എന്നൊക്കെ അതൊക്കെ ഒന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 9:30-10 മണിയോടുകൂടി നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്നിറങ്ങി. മാള ടൗണ് അത്യാവശ്യം ആളുകൾ ഇപ്പോഴും ഉണ്ട്, കടകളൊന്നും അടച്ചിട്ടില്ല. ഡ്രസ്സിൻ്റെ ആയാലും അതുപോലെ പൂക്കടകളായാലും അതുപോലെ സ്റ്റേഷനറി, വെജിറ്റബിൾ ഷോപ്പൊക്കെ എപ്പോഴും ഓപ്പണാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഇതാ ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി നിന്നതാണ് കേട്ടോ. വലിയ മഴയല്ല, എന്നാലും ചെറിയൊരു ചാറ്റൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടാപ്പി. കുറേ ദിവസമായി ഇവൻ പോയിട്ട് വരുന്നുണ്ടായില്ല. ഇവനൊരു ദിവസം ഇവിടെ അകത്ത് വെച്ചിട്ട് ബോൾ തട്ടിപ്പോൾ ആ സൗണ്ട് കേട്ട് പേടിച്ച് ഓടിപ്പോയതാണ്. പോയിട്ട് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര ബഹളം വെച്ചിട്ട് ആൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള പൂക്കളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. ഇനി ബാക്കി നമ്മുടെ കളർ ഇടുന്നതും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക് യു.